യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നാമോ രൂപാന്തരപ്പെടുമല്ലോ, നാമോ രൂപാന്തരപ്പെടുമല്ലോ. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുതങ്ങളാണ്. ഇത് മലപ്പുറത്ത് നിന്നും സന്ധ്യ എന്ന പേരുള്ള സിസ്റ്ററാണ് തൻ്റെ അമ്മയ്ക്കുണ്ടായ അല്ലെങ്കിൽ തൻ്റെ വീട്ടിലുണ്ടായ അനുഭവം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ അമ്മയ്ക്ക് TB ഉണ്ടായിരുന്നു, ന്യൂമോണിയ ഉണ്ടായിരുന്നു, അതേപോലെ വായിലും കുടലിലും പുണ്ണുണ്ടായിരുന്നു. ആഹാരം കഴിച്ചിട്ട് മാസങ്ങളായി. തൻ്റെ ശരീരമെല്ലാം ക്ഷീണിച്ച് മാംസമെല്ലാം ഇല്ലാതെയാവുന്ന സ്ഥിതിയിൽ, അസ്ഥി മാത്രം കാണുന്ന സ്ഥിതിയിൽ, അതേപോലെ അമ്മ ക്ഷീണിച്ചു പോയി. അതേ തുടർന്ന് സിസ്റ്റർ പറയുന്നത് ശ്വാസം മുട്ടൽ, നെഞ്ചിന് വേദന, ഒത്തിരി പ്രയാസമുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയത്തില്ല. എന്നാൽ തൃശ്ശൂർ മീറ്റിങ്ങിൽ വന്നു. അതേ തുടർന്ന് ഈ സിസ്റ്ററിനെ കർത്താവ് സൗഖ്യമാക്കാനിടയായി. അതോടൊപ്പം തന്നെ മദ്യപാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലിവർ നശിച്ചു പോയി. ഒരു വിധത്തിലും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് സ്ഥിതിയിൽ നിന്നും കർത്താവ് പൂർണ്ണമായിട്ട് ഈ അമ്മയെ വിടുവിച്ചു. അതിനുശേഷം ഇവ സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെ മദ്യപാനം മാറിപ്പോയി. അതോടൊപ്പം ശരീരത്തിന് ആരോഗ്യം വരുവാനിടയായി, TB മാറി. കർത്താവ് ഈ അമ്മയുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ നമുക്കൊന്ന് കാണാം. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കണ്ടാൽ. ഇയാളെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇയാളെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കൈയടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിൽ വന്നവർക്ക് അറിയാം ഇയാളെ ഓർമ്മയുണ്ട്. ഞാൻ കള്ളുകൂടിയൊക്കെ നിർത്താൻ പറഞ്ഞിരുന്നു, നിർത്തിയോ? പിന്നെ തൊട്ടിട്ടില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പോ എന്നോട് പറഞ്ഞു ബ്രദറിന്റെ തുണിയിൽ തൊടണ്ട, ബ്രദറിനും കൂടെ എന്ത് വരും, TB വരും എന്ന് പറഞ്ഞ് എന്നെ വരട്ടിയ ആളാണ്. എന്റെ യേശു ചെയ്ത നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാൽ പറ്റും. ഇവരെ രണ്ടുപേരെടുത്തോണ്ടാ വന്നത്. എനിക്ക് മീറ്റിംഗ് കഴിഞ്ഞ പേര് കിടന്ന് ഓടുന്ന് കാണാമായിരുന്നു.
നിങ്ങൾ എന്താ കൈയടിക്കാതെ? ഇന്ന് ആരോഗ്യത്തോടെ ഇവിടെ നിർത്തി എന്ന് കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമോ? പറഞ്ഞാട്ടെ. ബ്രദറെ, നമ്മുടെ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ ഉണ്ടായ ഒരു അത്ഭുത സാക്ഷിയാണ്. കർത്താവ് ചെയ്ത ഒരു അത്ഭുതം. ഈ സിസ്റ്ററുടെ മേലെ ഉണ്ടായിരുന്ന സകല രോഗങ്ങളും ഇന്ന് ഇല്ല എന്നാണ് ആ സിസ്റ്റർ. ശ്വാസ തടസ്സം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ TB അസുഖം ഉണ്ടായിരുന്നു, അതുപോലെ വായിൽ പുണ്ണുണ്ടായിരുന്നു, പിത്തസഞ്ചിയിൽ അഴുക്കുണ്ടായിരുന്നു, മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടൽ കാരണം ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സിസ്റ്റർ സാക്ഷ്യം പറയുന്നത് ഇതിൽ നിന്നെല്ലാം കർത്താവ് അന്നത്തെ പ്രാർത്ഥനയോടുകൂടി പൂർണ്ണ വിടുതൽ കൊടുത്തെന്ന്. ഒന്ന് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കാം. ഓ ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാദി രാജാവായവനെ, ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാദി രാജാവായവനെ. എനിക്ക് തോന്നുന്നേ എന്തൊക്കെയോ ചേച്ചി അന്ന് മരിച്ചു പോകുന്നുള്ള സാഹചര്യങ്ങളൊക്കെ എന്നോട് എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഡോക്ടർ പറഞ്ഞു കണ്ടീഷൻ ഭയങ്കര മോശമാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ഈ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, ന്യൂമോണിയ വന്നു, പിന്നെ തീരെ വയ്യാണ്ടായി. TB എന്ന് പറയുന്നത് എത്ര നാളായിട്ടുണ്ട്? അമ്മ ഞങ്ങളുടെ അടുത്ത് പിണങ്ങി പോയതാ. മദ്യപിക്കുന്നത് ചിന്ത കൊണ്ട് മക്കളെ വേണ്ട, ആരെയും വേണ്ട എന്ന് പറഞ്ഞു പോയി. മദ്യപിക്കുന്ന ചിന്ത കാരണം, ആഗ്രഹം കാരണം മക്കളെ വേണ്ടെന്ന് പറഞ്ഞ് അമ്മ പോയി. ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ചത്താലും നിന്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മേന്റെ കണ്ടീഷൻ ഭയങ്കര മോശാന്ന് എന്നെ അറിയിച്ചു ഹോസ്പിറ്റലിൽ നിന്ന്, മെഡിക്കൽ കോളേജിൽ നിന്ന്, കോഴിക്കോട്. ഞാൻ ചോദിക്കുന്നത് അമ്മയുടെ, ഞാൻ എനിക്കൊന്നും ഓർമ്മയുണ്ട്, നിങ്ങളുടെ ഈ അമ്മയുടെ വാവ് ഓർമ്മിക്കുന്നു നിങ്ങൾ ആരെങ്കിലും? ഇല്ല, കാക്കയുടെ കുഞ്ഞിന്റെ വാവ് പോലെ ഇരിക്കുവായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നു? ഓർമ്മയുണ്ടോ? വായെല്ലാം ചുമന്ന് നമുക്ക് കണ്ട ഒരു ഭീകരതയായിരുന്നു തോന്നിയിരുന്നേ. ഇപ്പൊ വായിക്കകത്ത് പുണ്ണില്ല. ഒന്ന് പ്രാർത്ഥിച്ചു പോയി വീട്ടിലേക്ക്. അമ്മയ്ക്ക് ഈ ഒരു സൈഡ് ഭയങ്കര വേദനയാ, ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. ബാത്റൂമിലേക്ക് പോണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകണം. എൻ്റെ അനിയത്തിയാണ് പൊക്കി കൊണ്ടുപോവുക. പക്ഷെ അന്നത്തെ ദിവസം മീറ്റിങ്ങിന് വരാൻ എല്ലാം തയ്യാറ് ചെയ്തിട്ട് ഞാൻ വരാൻ നിൽക്കുമ്പോൾ എനിക്ക് പറ്റിയില്ല, വയ്യാണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ മീറ്റിംഗ് എന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, പോവാൻ പറഞ്ഞു. അവിടുന്ന് മലപ്പുറത്തുനിന്ന് വണ്ടി കയറ്റി വിട്ടു ഞാൻ. അപ്പൊ ആ എന്റെ വിശ്വാസം ദൈവം ഇവിടെ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അനിയത്തിമാരെ എടുത്തോണ്ടാ ഇവരെ വന്നേ, വണ്ടിയിൽ താങ്ങി പിടിച്ച കൊണ്ടുവന്നത്, എടുത്തോണ്ടാ വന്നേ. എനിക്കിന്നും ഓർമ്മയുണ്ട്. പക്ഷെ ആളുടെ രൂപവും ആ പഴയനൊക്കെ മാംസം വെച്ച് മുഖത്തൊക്കെ 2.5 കിലോ കൂടി. നിങ്ങൾ അനങ്ങാതിരിക്കരുതെന്ന് കൈയടിക്കണം കർത്താവിനെ കേട്ടോ. 2.5 കിലോ കൂടി. എനിക്ക് തോന്നുന്നു കവിളിലൊക്കെ എവിടെയോ എനിക്ക് ഇത്രയും അസ്ഥിപഞ്ജരമായ ഒരു സഹോദരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും ഭയങ്കരമായിരുന്നു. ഈ 2.5 കിലോ കൂടിയിട്ട് ഇത്രയേ ഉള്ളൂ എങ്കിൽ അന്നത്തെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കിയാ നിങ്ങള്. എന്ന് പറഞ്ഞ TB ഉണ്ട്, കള്ളു കുടിച്ച് ലിവർ പോയി. ലിവർ പോയതും 2ാമത്തെ തവണയാണ് അമ്മയ്ക്ക് TB വരുന്നത്. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞ് ഞങ്ങളോട്, അമ്മേന്റെ മുന്നിൽ വെച്ച് പറയില്ല, ഞങ്ങളോട് പറഞ്ഞു ഒരു സാധ്യത ഇല്ല രക്ഷപ്പെടുത്താൻ ഒരു സാധ്യത. ഞാൻ പറഞ്ഞു ഡോക്ടർമാരെക്കാളും വലിയവനാണ് എന്റെ കർത്താവ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഡോക്ടർമാര് പറഞ്ഞു ഇനിയും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല, സാധ്യതയില്ല. ലിവറും പോയി, ലങ്സും പോയി, ന്യൂമോണിയം വന്നു. ന്യൂമോണിയം വന്നപ്പോ ഞാൻ ചർച്ചിന്റെ ഗ്രൂപ്പില് പ്രാർത്ഥന വായിക്കാത്ത എന്തുവായിരുന്നു പുണ്ണ് വരാൻ കാരണം? വയറ് നിറച്ചും പുണ്ണാണ്. ഭക്ഷണം 3 മാസമായി ആള് ഭക്ഷണം കഴിച്ചിട്ട്. 3 മാസം ഭക്ഷണം കഴിച്ചിട്ടില്ല. വെള്ളം മാത്രം കുടിച്ചിട്ടാണ്, മദ്യം വെള്ളം ഇത് മാത്രമേ ആള് കുടിക്കുള്ളൂ. അങ്ങനെ TB ഓവറായി. സാധാരണ ആണുങ്ങളാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇത്രയും ഇങ്ങനെയുള്ള ആളുകള് അടിമയാകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഈ കുടുംബം രക്ഷപ്പെട്ടത് എത്ര വലിയ കാര്യമല്ലേ? നിങ്ങളെന്താ സന്തോഷിക്കാത്ത? സഹോദരങ്ങളെ, ഇത് മനുഷ്യനാൽ സാധ്യമല്ല, എന്നാൽ യേശുവിനാൽ സാധ്യമാണ്. ഒരു നല്ല ആമീൻ പറഞ്ഞ്. അമ്മയ്ക്ക് എന്നെ പറ്റിയടി മോളെ? അമ്മയ്ക്ക് പിന്നെ TBന്റെ അസുഖമാണേ. അപ്പോൾ ഡോക്ടറെ കാണിച്ച് അപ്പോൾ അത് മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ എല്ലിൻ്റെ അവിടെ ഭയങ്കര വേദന, ശ്വാസം മുട്ടൽ, ഇരിക്കാനും പോലും പറ്റുന്നില്ല. അപ്പോൾ ബ്രദർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പറഞ്ഞിരുത്തിരിക്കുകയാണ് ഞാൻ. ഇതിനെ കണ്ടാൽ തന്നെ സങ്കടം വരും. വാ, ഇത് മാംസം ഉണ്ട്. ഞാൻ മാംസം ഇല്ലാത്തൊരു ശരീരം ആദ്യമായിട്ട് എങ്ങനെ കാണുന്നേ? നിങ്ങൾ ഈ ശരീരം നോക്കിക്കേ, മാംസം ഇല്ല. അതെൻ്റെ ചേച്ചിയാണ്, ഞങ്ങളുടെ അമ്മ. ഇതിന് മാംസം ഇല്ല. എൻ്റെ ദൈവമേ നോക്ക്,
വയറെങ്കിലും മനുഷ്യന് വരത്തില്ലേ? സന്ധ്യ ഇത് സിസ്റ്ററിന്റെ നോക്കി അമ്മയാണ് നിങ്ങൾ. ഞാൻ. സന്ധ്യ സിസ്റ്റർ വയറൊന്നും ഇല്ല, പിടിക്കാൻ വയറില്ല. നിങ്ങൾ ഈ കാലൊക്കെ നോക്കിക്കേ. എൻ്റെ യേശു, ഇങ്ങനെ ഈ മനുഷ്യർക്ക് കാലുണ്ടാവുമോ? ഇരിക്കാൻ പറ്റാത്തോണ്ടാണ് എന്നോട് ഇങ്ങനെ പറയണേ. അമ്മയ്ക്ക് വേദനയാണോ? അമ്മയ്ക്ക് കിടക്കാമേ, എന്നെ നോക്കാമേ. അമ്മ വന്നത് വേദന മാറാനല്ലേ? പറഞ്ഞേ. ശ്വാസം മുട്ടുക. ശ്വാസം മുട്ടുകയാണ്, വേദനയാണ്. അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നല്ല ഹല്ലേലൂയ പറഞ്ഞേ നിങ്ങൾ. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കത്തില്ല, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. നിങ്ങളൊരു ആമേൻ പറ. അമ്മേ, ശ്വാസം മുട്ടിൽ നാളെയല്ല മാറാൻ, ഇപ്പോ. വേദന മാറേണ്ട നാളെയല്ല, ഇപ്പോ. യേശുവിന്റെ രക്തം സകല രോഗത്തെയും പാപത്തെയും കഴുകുന്നതാണ്. നമ്മൾ ആമേൻ പറ. നിങ്ങളുടെ വീട്ടിലെ അമ്മയാണ് ഇതെങ്കിൽ നമ്മൾ എത്ര പേർ ഉറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. അപ്പാ, എന്നാ പറ്റി? ടിബിന്റെ അസുഖമാണ് അമ്മയ്ക്ക്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അമ്മയുടെ പേടി. അതാ പറയണേ. അതായത് അമ്മ സംസാരിക്കുന്നിടത്ത് നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരും. അമ്മ സംസാരിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവിച്ചിട്ടാണ് അമ്മ പറയണത്. മാസ്ക് ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ പറയണേ. മരുന്ന് കുടിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയുടെ തുണിയൊന്ന് പൊക്കിക്കേ. കർത്താവേ, ഓ എന്റെ ദൈവമേ, ഇത് എന്നതാ ഇങ്ങനൊരു മനുഷ്യരൂപത്തെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. കംപ്ലൈന്റ് ഉണ്ട് ലിവറിന്. നിങ്ങൾ ഈ നെഞ്ചൊക്കെ നോക്കിക്കേ, എന്ന് കണ്ടേ. നമ്മള് ഹോസ്പിറ്റലിലല്ല, ഈ അസ്ഥിപഞ്ജരം മാത്രമേ കണ്ടിട്ടുള്ളൂ. തൊലി ഒട്ടിയ ഒരു അസ്ഥിപഞ്ജരം. നിങ്ങളെ കാര്യങ്ങളൊന്ന് ഉയർത്തിക്കേ. കർത്താവേ, ഈ അമ്മ ഇന്നു മുതൽ ശ്വാസം മുട്ടല്ല, ഇപ്പോ ഈ ശ്വാസം മുട്ടല് മാറണം. അമ്മ എന്ന് കണ്ണടച്ചേ. അമ്മയുടെ തലയിൽ നിന്ന് ശരീരത്തിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തി ഇപ്പോൾ അനുഭവിക്കേ. The power of the Holy Spirit. അമ്മേനെ നോക്കിക്കേ. ഇന്നൊന്ന് ശ്വാസം വലിച്ചേ. അമ്മയ്ക്ക് ഇനി ഇവിടെ വേദനയുണ്ടോ നോക്കിക്കേ. നാളെയല്ല വേദന മാറുന്നത്, ഇപ്പോഴാ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. വേദന ഇല്ല, പോയി. പറഞ്ഞേ അമ്മേ, വേദന ഉണ്ടെന്നാണോ? വേദന പോയി. അമ്മേ, അമ്മ അവിടെ വന്നിരിക്കുമ്പോ ശ്വാസം മുട്ടിയില്ലായിരുന്നോ? ശ്വാസം മുട്ടുന്നു നോക്ക്. ശ്വാസം മുട്ടണില്ല. ഇവിടെ വന്നിരിക്കുമ്പോ ശ്വാസം മുട്ടലുണ്ട്. ഇവിടെ ഒരു വേദനയുണ്ട് അമ്മയ്ക്ക്. ഇപ്പൊ അതില്ല എന്നാണ് ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം പറയണത്. ഇനി അമ്മ തനിയൊന്ന് നിന്നേ. നമ്മളിനി നടക്കാനും ഇരിക്കാനൊക്കെ പോവുക. നാളെയല്ല, ഇന്നു മുതല് TB കൊണ്ടുവന്ന ദുർശക്തി കുടുംബത്തെ വിടട്ടെ. കൈയടിച്ചൊരു ആമേൻ പറ. ഈ ശരീരം പുഷ്ടിയുള്ളതാകട്ടെ. ഈ ശരീരത്തിൽ ബലം ഉണ്ടാകട്ടെ. ചർച്ചിനെ ദൈവം വിളിച്ചത് ഹൗസ് ഓഫ് സൊല്യൂഷൻ എന്ന. നിനക്ക് സൊല്യൂഷൻ ഇല്ലാത്തത് സഭയ്ക്കകത്തുണ്ട്.
നടന്നേ. ഒന്ന് കൈ അടിച്ചോ, ആമേൻ പറഞ്ഞേ. ഇവരെ നിങ്ങൾ പിടിച്ചോണ്ടല്ലേ വന്നേ? പിടിച്ചാണ് വന്നത്, തന്നെ നടക്കല്. ഇപ്പൊ പിടിച്ചാണ് നടക്കല്, തന്നെ നടക്കൂല. അമ്മ ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോ ഞാൻ പൊന്തിച്ചോണ്ടാ കൊണ്ടുപോല്. അമ്മ തനിയാ നടക്കുവോ? ഒന്ന് തുള്ളിച്ചാടി യേശുവിനെ ആരാധിച്ചേ. അമ്മേ കുറച്ചു ദൂരം അങ്ങോട്ട് നടന്നേ, ആരോഗ്യത്തോടെ നടന്നേ. അച്ഛന്റെ പുറകോശം ഒന്ന് കണ്ടേ. അസ്ഥിയൊക്കെ 1 2 3 എണ്ണം ഇങ്ങനെ ശരീരം ആവൂ. ചേച്ചി എത്ര നാളായി ഇങ്ങനെ അമ്മ ഒറ്റയ്ക്ക് നടന്നിട്ട്? അവിടം വരെ കുറച്ച്, ഇവിടുന്ന് അവിടം വരെ 2 സ്റ്റെപ്പ് വെക്കും, അതിന്റെ മുകളിൽ നടക്കൂല. പിന്നെ വീണു പോകും. ഞാൻ ഒറ്റയ്ക്ക് വിട്ടിരിക്കുവാന്ന്. ഞാൻ ബാത്റൂമിലേക്കൊക്കെ എവിടെ പോയാലും ഞാൻ പൊന്തിച്ചിട്ട് വണ്ടിയിലൊക്കെ പൊന്തിച്ചാ കയറ്റിയ. ഇപ്പൊ ഞാൻ അവിടുന്ന് വരുമ്പോ പിടിച്ച് കൊണ്ടുവന്നതാണ്. പിടിച്ചാൽ കുറച്ച് ദൂരമൊക്കെ നടക്കൂ, തന്നെത്താൻ എങ്ങനെ നടക്കൂല. ഇപ്പോൾ നടക്കണേ. അമ്മയുടെ ശരീരത്തിന് ആ അസ്ഥിയിൽ ആരോഗ്യം വന്നതിന് നന്ദി പറഞ്ഞേ. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ചേച്ചിയുടെ മുഖം നേരത്തെ കണ്ടായിരുന്നു? ഈ മുഖത്തിന്റെ ഷേപ്പിന് മാറ്റം വന്നു തുടങ്ങി. ബലം വന്നത് അറിയാവോ? ശരീരത്തിൽ ബലം വന്നത് അറിയാവോ? ഒരു ഐസ് പോലെ. അവർക്ക് ഐസ് പോലെ ആയിരിക്കുന്നതെന്ന് നമുക്ക് ചൂടാ. അമ്മേ ഇത്ര സൗണ്ടില് സംസാരിക്കും പോലും ഇല്ല. എപ്പോഴാണ് സംസാരിക്കുന്നത്? മെല്ലെ സംസാരിക്കാണ്. ഇത്ര എടുത്തിരുന്നാലും അമ്മ വിളിച്ചാൽ ഞങ്ങൾക്ക് കേൾക്കൂല. ഇപ്പൊ നല്ല സൗണ്ടില് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ പറയുമ്പോ നല്ല സൗണ്ടാണ് സംസാരിക്കുന്നത്. നന്നായിട്ട് മദ്യപിക്കുമായിരുന്നെന്നാ പറയുന്നുണ്ടോ? കള്ളുപിടിക്കും. കള്ളുപിടിച്ച് ഇങ്ങനെ ആയതാ? നല്ല കള്ളുപിടിക്കും. ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് ഈ അസുഖം വരുന്നത്. 2 പ്രാവശ്യം വന്ന് പോയതാ. അമ്മേ, 3ാമത്തെ വന്നു. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഇനി കർത്താവിനെ ആരാധിക്കണം. അമ്മയ്ക്ക് ഇനി കള്ളു കുടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം വന്നത് വ്യാപരിച്ചത് ദൈവശക്തിയാ. ഇനി കള്ളുകൂടിയൊന്നുമില്ല. അമ്മ സാധനം കൂടാൻ പോവാണ്. ഇനി വെള്ളടിക്കൂല, അങ്ങനെ ഒന്നും ചെയ്യൂല. ഇനി കർത്താവായിട്ട് ജീവിക്കാന്ന് പറയും. നമുക്ക് ഈ കോളനിക്കകത്ത് ചാരായി നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആ വീട്, ആ ദേശത്തുള്ള സൗകര്യമാരെല്ലാം കള്ളു കുടിക്കൂ. കള്ളുടിക്കും. എന്റെ യേശു എല്ലാം ഫിറ്റാന്ന്. വൈകുന്നേരം എല്ലാം ഫിറ്റ് ആവും. കുറെ പേര് കള്ളു കുടിക്കും. അയ്യോ, എന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഇത് കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് കള്ളു കുടിച്ച് സൗകര്യമാരെ സൗഖ്യമാവുന്നത് ആദ്യമായിട്ടാ. ഇവരുടെ വീട്ടിലുള്ള ഇവരെ പോലുള്ള മുതിർന്ന ആൾക്കാരൊക്കെ മുഴുവനും മദ്യപാനികളാണ്. പക്ഷെ മക്കളിലാരും അങ്ങനെ മദ്യമൊന്നും കുടിക്കാറില്ല. മുതിർന്ന ആളുകളെല്ലാം കള്ളുകുടിയരാ. അമ്മയും മക്കളും എല്ലാം കള്ളുകുടിയരാ. ചില ആൾക്കാരൊക്കെ മദ്യപാനികളാണ്. അമ്മയ്ക്ക് ഇപ്പൊ നിന്നിട്ട് നല്ല ആരോഗ്യം അറിഞ്ഞൂടെ? നിക്കാനുള്ള ആരോഗ്യം വന്നില്ലേ? കാലിന് ബലം വന്നു. ഈ തമ്പുരാന്റെ തമാശ. ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങ് ആള് മാറുവാ. നിന്നാലേ കൊഴിഞ്ഞു വീക ചെയ്യല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കൂല ആള്. ഇപ്പോഴങ്ങനെ നിക്കണത് 5 മിനിറ്റെങ്കിലോ, ഇല്ലെങ്കിൽ തീരെ നിൽക്കൂല. ഇനി നിക്കുവാ. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ ഡാൻസ് കളിക്കുന്നത് കാണാം. എന്നെ യൂട്യൂബിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ മദ്യപാനികളുണ്ടോ? വെള്ളവും മദ്യം മാത്രമാണോ കുടിക്കുന്നത്? ഈ അമ്മയെ രക്ഷിച്ച കർത്താവ് നിങ്ങളെ രക്ഷിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. ഇന്ന് ഈ ഹോളില് മദ്യപാനികളുണ്ടോ? എന്റെ യേശുവിനെ ഈ അമ്മയെ രക്ഷിച്ചതുപോലെ നിങ്ങളെ രക്ഷിക്കാം. നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാം. ഈ അമ്മയെ എനിക്ക് തോന്നുന്നു, ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം എഴുന്നേറ്റ് നിന്നതിന് ശേഷം പിന്നെ അമ്മ ഇരുന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മേളിലേക്ക് പോയപ്പോ ഈ ഹോളിന് ചുറ്റും വലയം വെക്കുന്നത് കണ്ടു. ഞാൻ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുക. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ വന്ന ആള് തന്നെയാണോ വന്നത്? ഈ നടക്കുന്നത്
അതിനുശേഷം തന്റെ ആരോഗ്യം തിരിച്ചെടുത്തു. യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്. എനിക്ക് തോന്നുന്നു ഈ സൗഖ്യം കേൾക്കുന്ന ചിലരുടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ സൗഖ്യം ഇറങ്ങുക, ദൈവത്തിന്റെ അത്ഭുതം ഇറങ്ങുക. Come on, come on, come on, come on. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മദ്യപാനി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഈ അമ്മയെ വിടുവിച്ച ദൈവം നിങ്ങളുടെ വീടിനെ വിടുവിക്കട്ടെ. നിങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ മദ്യപാനികൾ ഉണ്ടെങ്കിൽ ഈ അമ്മയെ കർത്താവ്, എനിക്ക് തോന്നുന്നു, എൻ്റെ ആഗ്രഹം ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവരുടെ കോളനിയിലെ ഒത്തിരി പേര് മദ്യത്തിന് അടിമയാണ്, സ്ത്രീകള്. എനിക്ക് തോന്നുന്നു കുറേ പേര് നമ്മുടെ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നു. അത് ഈ കുടുംബങ്ങളെല്ലാം അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ, എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് കുറേ ആളുകൾ മടങ്ങിപ്പോയി, ഒത്തിരി പേര് പുറകോട്ട് പോയി. അപ്പം എനിക്ക് തോന്നുന്നു 100-100 ആളുകൾ മടങ്ങിപ്പോയി. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഈ സീസണിൽ അവരെ എല്ലാം ദൈവം മടക്കി കൊണ്ടുവരും. കഴിഞ്ഞില്ല, ആ കോളനിയിൽ മദ്യപാനം ഇല്ലാതെയാകട്ടെ. മദ്യം ആ കോളനിയിൽ നിന്നു പോകട്ടെ. ചാരായം വാറ്റ വീട്ടിൽ നിന്നു പോകട്ടെ. ചാരായം വിൽപ്പന നിന്നു പോകട്ടെ. ഞാന് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ മറ്റൊരാളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും കൂടെ പ്രാർത്ഥിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയാം, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടേയിരിക്കും. യേശു നിങ്ങളെ വിടുവിച്ചുകൊണ്ടേയിരിക്കും. യേശുവേ എന്ന് വിളിച്ച്, 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 യേശുവേ എന്ന് വിളിച്ച്. കർത്താവിന് നന്ദി പറഞ്ഞേ, കർത്താവിന് നന്ദി പറഞ്ഞേ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് സെപ്റ്റംബർ 15 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് സെപ്റ്റംബർ 22 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ. ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. നിങ്ങൾക്ക് ഈ അമ്മയെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്ന വിധത്തിൽ അമ്മയുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുവാനിടയായി. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അതോടൊപ്പം തന്നെ പല ദുശ്ശീലങ്ങളിലും പിശാച് അകപ്പെടുത്തി നാശത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുന്ന ഈ അമ്മയെ കർത്താവ് അതിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കുവാനിടയായി. ജീവിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത് എത്ര സന്തോഷമുള്ള കാര്യം. ആ വീട് മുഴുവനും കർത്താവിനെ അനുഭവിച്ചു. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക വിടുതൽ ആ വീട്ടിലുണ്ടാകുവാനിടയായി. ഇത് കാണുന്ന ഓരോരുത്തരുടെ വീട്ടിലും ഇതേ അനുഭവം ചലിക്കട്ടെ. വിടുതലില്ല എന്ന് പറയുന്നിടത്ത് അല്ല, അങ്ങ് അറ്റം വരെ എത്തി പിശാച് നശിപ്പിക്കുവാൻ തക്കോണം വക്കോളം എത്തിച്ചു എന്ന് പറയുന്നിടത്ത് നിന്നും കർത്താവ് വിടുവിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ നന്മയിലേക്ക് മടക്കി കൊണ്ടുവരട്ടെ. നിങ്ങൾ ഓരോരുത്തരും അത് അനുഭവിക്കട്ടെ. ഈ വീടുകളത് അനുഭവിക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതേ സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കരുണ എത്ര വലുത്. എൻ്റെ പിതാവിൻ്റെ സ്നേഹം എത്ര വലുത്. നശിപ്പിക്കുമെന്ന് വാദിച്ചു നിന്നെടുത്ത് നിന്ന്, ഇല്ലാതാക്കുമെന്ന് വാദിച്ചു നിന്നെടുത്ത് നിന്നും എൻ്റെ ദൈവത്തിൻ്റെ കരം നീട്ടി രക്ഷിച്ചതുപോലെ ഈ കുടുംബങ്ങൾ കർത്താവെ, അനർത്ഥത്തിൽ പെട്ടുപോയവർ, നാശത്തിൻ്റെ വക്കിലായിരിക്കുന്നവർ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ അപ്പാ. ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ അപ്പാ. അവർ ആർത്തുലസിക്കുന്ന വിധത്തിൽ, ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന വിധത്തിൽ കർത്താവേ നിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അപ്പാ. വീടുകളിൽ വെളിപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. വീടുകളിൽ വെളിപ്പെടട്ടെ അപ്പാ. കർത്താവേ, മദ്യത്തിനും ലഹരിക്കും അടിമയായിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളെ കർത്താവ് വിടുവിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ നാശത്തിൻ്റെ വക്കിലാണ് അവരായിരിക്കുന്നത്. പറയുന്നത് മനസ്സിലാക്കാനുള്ള സുബോധം പോലും ഇല്ലാതെ ആയിരിക്കുന്ന സ്ഥിതി. കർത്താവെ, ആ കുഞ്ഞുങ്ങൾ, കർത്താവെ, ആ യൗവനക്കാർ, ആ മക്കൾ, കർത്താവെ, ജീവിതത്തിലേക്ക് മടങ്ങി വരണം. യേശുവിൻ്റെ സന്തോഷത്തിലേക്ക് വരണം അപ്പാ. ലഹരിക്ക് കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ക്രിസ്തുവിനാൽ അവർ സന്തോഷിക്കട്ടെ അപ്പാ. ക്രിസ്തുവിലുള്ള സന്തോഷം അവരിൽ നിറയട്ടെ അപ്പാ.
താങ്ക് യു ജീസസ്. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയുള്ളതിനായി സ്തോത്രം. ഈ കുടുംബങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം ചലിച്ചിരിക്കാൻ നന്ദി. ആമേൻ. സിയോനിലായിരിക്കുന്നവർ ആർത്തുല്ലസിക്കുമെന്ന് ദൈവജനം പറയുന്നു. ആമേൻ. അപ്പോൾ ഈ കുടുംബങ്ങളിൽ ആർത്തുല്ലസിക്കുന്ന ആ സിയോൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. ആമേൻ. ഇവരുടെ വീടുകളിൽ ഒരു ധാന്യത്തിനോ എണ്ണയ്ക്കോ കുറവില്ലാതെ വണ്ണം ദൈവത്തിൻ്റെ സമൃദ്ധി ഒഴുകട്ടെ. അപ്പോൾ സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സന്തോഷത്തോടെ ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.